യഹോവയാം ദൈവത്തിൻ്റെ പരിജ്ഞാനം മഹത്വം സർവ്വഭൂമിയിലും നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, ഈ പുതിയ സെഷനിലേക്ക് താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജൂലൈ 26 ഒന്നാമത്തെ വായനാഭാഗം ശമൂവേൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകം 12-ാമത്തെ അധ്യായം. ഇവിടെ ദൈവം നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയക്കുകയാണ്. ദാവീദ് വന്നിട്ട് ഒരു കൊച്ചു കഥ, ഒരു സംഭവ കഥ പോലെ ഒരു കഥ ദാവീദിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിൽ ഒരു ധനവാനുണ്ട്, ഒരു ദരിദ്രനുണ്ട്, പിന്നെ ദരിദ്രൻ്റെ ഒരു ഇഷ്ടപ്പെട്ട മടിയിലൊക്കെയും കളിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നതിന് മകളെപ്പോലെ ആയിരുന്ന ഒരു ആട്ടിൻ കുഞ്ഞാടും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു വഴിപോക്കൻ ഈ ധനവാന്റെ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആടിനെ എടുക്കാതെ ഈ ദരിദ്രൻ്റെ ആടിനെ പിടിച്ചുകൊണ്ടുവന്ന് അതിനെ കൊന്ന് അതിൻ്റെ മാംസം ഇറച്ചി കറി വെച്ച് കൊടുത്തു. ഇതാണ് അവതരിപ്പിക്കുന്ന കഥ. അപ്പം ദാവീദിൻ്റെ കോപം ജ്വലിച്ചു. ദാവീദ് പറഞ്ഞു, അത് ചെയ്തവൻ മരണയോഗ്യൻ. അപ്പോൾ അവൻ മരിക്കണം. അവൻ്റെ ശിക്ഷ 1 അത്. 2, അവൻ എടുത്തതിൻ്റെ 4 ഇരട്ടി അവന് പകരം മടക്കി കൊടുക്കണം. ഈ കഥ പറയുന്നതിന് കാരണം ഊരിയാവിൻ്റെ ഭാര്യയായ ബർശേബയോടും ഊരിയാവിനോടും ചെയ്ത പ്രവൃത്തിയാണ് ഇവിടെ പറയുന്നത്. ഈ കഥ ഊരിയാവിൻ്റെ ഭാര്യയെ സംബന്ധിച്ചാണ്. പക്ഷേ ഊരിയാവിൻ്റെ ഭാര്യയെ സംബന്ധിച്ച് പറയുന്ന ഈ മരണയോഗ്യൻ എന്ന് പറയുന്ന കാര്യത്തിൽ അത് ചെയ്ത അവൻ മരണയോഗ്യൻ, അത് ചെയ്യാൻ പറ്റും. പക്ഷെ 4 ഇരട്ടി മടക്കി കൊടുക്കുക എന്നുള്ളത്, അത് മടക്കി കൊടുക്കാൻ അതിൻ്റെ ഉടമസ്ഥനായ ഊരിയാവ് എന്നില്ല. പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ദാവീദിനോട് നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ദൈവം നിന്നോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിൻ്റെ യജമാൻ്റെ ഗൃഹത്തെയും നിൻ്റെ മാറുടത്തിലേക്ക് നിൻ്റെ യജമാൻ്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നതും കൂടി ഞാൻ തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ള ചെയ്തതുകൊണ്ട് ഹിത്യനായ ഊരിയാവെ വാൾകൊണ്ട് കൊന്ന് അവൻ്റെ ഭാര്യ നിനക്ക് ഭാര്യയായി എടുത്തതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് അനർത്ഥം വരുത്തും. നീ രഹസ്യമായി ചെയ്ത കാര്യം ഞാൻ പരസ്യമായി സൂര്യൻ്റെ വെട്ടത്ത് തന്നെ സംഭവിക്കുമാറാക്കും എന്നൊക്കെയും ദൈവം ഇവിടെ ശാപിക്കുകയാണ്. അപ്പോൾ ഈ 2 ശാപവും ദാവീദിൻ്റെ ജീവിതത്തിൽ പിന്നീട് ഈ അധ്യായത്തിലല്ല, തെറ്റിദ്ധരിക്കേണ്ട, വേറെ മുന്നോട്ടുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്വന്തം മകൻ അബ്ശാലോം തന്നെ ദാവീദിനെതിരായിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയും ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുകയും ദാവീദിനെ കൊന്ന് രാജ്യഭാരം ഏൽക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാം. അത് കാരണം കൊട്ടാരം വിട്ട് ദാവീദ് മുമ്പ് ശൗലിനെ പേടിച്ച് അല്ലെങ്കിൽ ശൗലിൻ്റെ കാലത്ത് ഓടിയതുപോലെ ദേശം വിട്ട് ഓടേണ്ടി വരുന്നു. ഭാര്യമാരും കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ഓടേണ്ടി വരുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വെപ്പാട്ടിയെ ആയിട്ട് ഈ അബ്ശാലോമാൻ തോന്നുന്നു ബന്ധപ്പെടുന്നതും. അപ്പം അങ്ങനെ അത് രഹസ്യത്തിലല്ല, പരസ്യമായി തന്നെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഈ 2 കാര്യങ്ങളും അത് ദാവീദിന് സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ദാവീദ് ഇത് പറഞ്ഞ സമയത്ത് ദാവീദിന് പാപബോധവും കുറ്റബോധവും ഒക്കെ വന്നു. താൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നാഥാൻ പറയും, നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നിനക്ക് മാനസാന്തരം വന്നതുകൊണ്ട് നീ, പക്ഷേ ഈ പറയുന്ന ശിക്ഷയൊക്കെ അവിടെ നടക്കും. അത് പാപം മോചിച്ചിരിക്കുന്നു എന്നുള്ളത് എവിടെ വരെ ചെല്ലുന്ന വിഷയമാണെന്നറിയോ? പാപം മോചിച്ച് കിട്ടുക എന്നുള്ളത്. പാപം മോചിച്ച് കിട്ടുന്നത് മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് നീണ്ടു കിടക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ ഇത് നിമിത്തം ശിക്ഷ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ ഉണ്ടാകും. നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്ന കാര്യം അത് നിത്യജീവൻ അല്ലെങ്കിൽ ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് മരിക്കാൻ പാടില്ല. അതുപോലെ ഇവിടെ കുഞ്ഞു പിന്നെ മരിക്കുന്നുണ്ട്, അത് നമുക്ക് വായിക്കാം.
കുഞ്ഞ് മരിക്കാൻ പാടില്ല. ഈ നേരത്തെ പറഞ്ഞ ശാപം മാറ്റിക്കൊടുക്കണം ദൈവം. അത് മാറിയിട്ടില്ല. ആ ശാപം അതുപോലെ തന്നെ സംഭവിച്ചു ദാവീദിൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ പാപം മോചിക്കപ്പെട്ടു, അത് നിനക്കിനി കണക്കിടുന്നില്ല. പക്ഷേ അത് മോചിക്കുന്നത് ഈ ശിക്ഷ അനുഭവിക്കുന്നതും കൂടെ കൊണ്ട് മാത്രം കൂടെ അതും കൂടെ ചേർത്തിട്ടാണ്. ശിക്ഷ അനുഭവിക്കണം. ഭൂമിയിൽ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കണം. എന്നാലേ നീതിമാനാകുള്ളൂ. അല്ലാതെ ആ കുറ്റവും വെച്ചുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് നിത്യജീവനിലേക്ക് കടന്നു വരുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല എന്നൊരു പാഠം കൂടെ, ഒരു അറിവ് കൂടെ നമുക്ക് ഇവിടുന്ന് ലഭിക്കുകയാണ്. നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും നീ ഈ പ്രവൃത്തിയാൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഹേതു ഉണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ച കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞ് നാഥാൻ തൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ്റെ ഭാര്യ ബർശേബ ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ യഹോവ ബാധിച്ചു. അതിന് കഠിന രോഗം പിടിച്ചു. കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. രാത്രിയും പകലും നിലത്ത് കിടന്ന് ഉപവസിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. പലരും അവരെ എഴുന്നേൽപ്പിക്കാൻ, ആഹാരം കഴിക്കാനൊക്കെ ശ്രമിച്ചു. നടന്നില്ല. അതിനവന് മനസ്സായില്ല. അവന് ഭക്ഷണവും കഴിച്ചില്ല. പക്ഷേ 7-ാം ദിവസം കുഞ്ഞ് മരിച്ചുപോയി എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അദ്ദേഹം എഴുന്നേറ്റിരുന്ന്, പക്ഷേ കുഞ്ഞ് മരിച്ച കാര്യം ദാവീദിനോട് അറിയിക്കാൻ എല്ലാവരും വിഷമിച്ചു. ഇങ്ങനെ പരിങ്ങി നിൽക്കുന്നത് കണ്ട് ദാവീദ് തന്നെ ചോദിച്ചു, കുഞ്ഞ് മരിച്ചുപോയെന്ന് ചോദിച്ചു. അങ്ങനെ എഴുന്നേറ്റ് ദാവീദ് ഉടനെ പോയി കുളിച്ച് തൈലമൊക്കെ പൂശി വസ്ത്രമൊക്കെ മാറി ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി. അവിടെ പോയി ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിച്ച് നമസ്കരിച്ചിട്ട് തിരിച്ച് കൊട്ടാരത്തിൽ വന്ന് ആഹാരം വിളമ്പാൻ പറഞ്ഞു. ആഹാരം വിളമ്പി ആഹാരം കഴിച്ചു. സാധാരണ മരിച്ചു കഴിയുമ്പോഴല്ലേ ആളുകൾ കൂടുതൽ വിലപിക്കുകയും കരയുകയും ചെയ്യുന്നതെന്നുള്ളതാണ് കണ്ടു നിന്ന ആളുകളുടെ. അപ്പോൾ ഭൃത്യന്മാർ ചോദിക്കണം, നീ കുഞ്ഞ് മരിക്കാൻ ജീവിച്ചിരുന്ന സമയത്ത് നീ വലിയ നിലവിളിയും കരച്ചിലും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു, ദൈവം മരിച്ചു പോയപ്പോൾ നീ കൂളായിട്ട് വന്നിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇപ്പം മറുപടി പറയുന്നുണ്ട്, അവൻ ജീവിച്ചിരുന്ന സമയം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും കരയുകയും ഒക്കെ ചെയ്തു, അവനെ ദൈവത്തിന് വിടുവിക്കാൻ കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവനിപ്പോൾ മരിച്ചുപോയി. എനിക്ക് അവനെ വിടുവിക്കാൻ കഴിയുകയില്ല. ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ അവനെപ്പോലെ അവൻ്റെ അടുത്തേക്ക്, അവൻ മരിച്ച സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അവൻ മരിച്ചതുപോലെ ഞാനും മരിക്കുക മാത്രമേ ഇനി സംഭവിക്കാനുള്ളൂ. അതുകൊണ്ട് താൻ ഈ ചെയ്യുന്നത് കറക്റ്റാണ് എന്നുള്ളതാണ്. അതായത് കുഞ്ഞ് മരിച്ചിട്ടും അവിടെ വിലാപം കഴിക്കാതെ താൻ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിനെക്കുറിച്ചാണ് ദാവീദ് പറഞ്ഞ് അവരെ മനസ്സിലാക്കുന്നത്. അങ്ങനെ പിന്നെ ദാവീദ് ബർശേബയെ പോയി ആശ്വസിപ്പിക്കുന്നുണ്ട്, അവളോട് സമാധാനം പറയുന്നുണ്ട്. കുറച്ച് നാൾക്ക് ശേഷം ബർശേബ ഒരു ആൺകുഞ്ഞിനെ വീണ്ടും പ്രസവിച്ചു. അതിന് ശലോമോൻ എന്ന് പേരിട്ടു. പക്ഷേ നാഥാൻ പ്രവാചകൻ പോയി കണ്ടു കുഞ്ഞിന് യെദീദ്യാവ് എന്നാണ് നാഥാൻ വിളിക്കുന്ന പേര്. ആ പേരിനർത്ഥം യഹോവയ്ക്ക് പ്രിയൻ എന്നുള്ള അർത്ഥമാണ് ആ യെദീയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇവിടെ ശലോമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനപൂർണ്ണൻ എന്നാണ്. അപ്പോൾ സമാധാനപൂർണ്ണൻ, യഹോവയ്ക്ക് പ്രിയൻ എന്ന രണ്ടർത്ഥങ്ങളും ഉള്ള രണ്ട് പേരുകൾ ശലോമോന് ദാവീദിട്ട പേരും ദൈവം കൊടുത്ത പേരും, അങ്ങനെ രണ്ട് പേരുകൾ ശലോമോനുണ്ട്. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് സമാധാനപൂർണ്ണെന്നും മറ്റ് യഹോവയ്ക്ക് പ്രിയൻ എന്നുമുള്ള അർത്ഥങ്ങളാണ്. നമ്മളിവിടെ കണ്ട കാര്യങ്ങൾ, ദൈവം തൻ്റെ ഭക്തനോട് എങ്ങനെയാണ് ഇടപെടുന്നത്. തൻ്റെ ഭക്തനായതുകൊണ്ട്, തനിക്ക് പ്രിയനായതുകൊണ്ട് അവനോട് സൗജന്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. മറ്റല്ലെങ്കിൽ അത് ദൈവം അനീതിയുള്ളവൻ എന്നുള്ള ദുഷ്പേരിനിടയാകും. അത് ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായാലും ദൈവഭക്തനല്ലെങ്കിലും ഒക്കെ ശിക്ഷകൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കും. അത് ദാവീദിൻ്റെ കാര്യത്തിലും ശിക്ഷ, ദൈവം ആ ശാപവും ശിക്ഷയും ദാവീദിന് മേൽ വന്നു. അത് പിന്നീട് അത് പ്രാവർത്തികമാവുകയും സംഭവിക്കുകയും ചെയ്തു. അപ്പം അവിടെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്, അവൻ്റെ പാവം മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും പാവം മോചിച്ചിരിക്കുന്നുവെങ്കിൽ അവിടെ ശിക്ഷകളൊന്നും നടപ്പാകുകയില്ല. ശിക്ഷകളെല്ലാം നടപ്പാകും. പാവം മോചിച്ചിരിക്കുന്നു പറഞ്ഞത് അത് അവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. അവൻ്റെ വിശ്വാസത്തിലൊരു കുറവും വന്നിട്ടില്ല ഈ പാപം ചെയ്യുമ്പോഴുമൊക്കെ. അങ്ങനെ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഉപവസിക്കാനും ദൈവത്തിൻ്റെ പാപക്ഷമയ്ക്കായിട്ട് അപേക്ഷിക്കാനും കുഞ്ഞിന് വേണ്ടി കരയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ വിശ്വാസത്തിൽ അവന് കുറവ് വന്നിട്ടില്ല. അത് ജീവിതാവസാനം വരെ നിലനിൽക്കേണ്ടതാണ്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുക. അത് ദാവീദിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ഓരോരുത്തരുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. ഇവിടെ ശിക്ഷയുണ്ട്. അവിടെ പറയുന്ന പോലെ തന്നെ അവൻ്റെ ശിക്ഷയല്ല, അവൻ്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പാപം മോചിച്ചിരിക്കുന്നവർക്ക് മാത്രമേ രാജ്യത്തിൽ കിടക്കാനൊക്കെ ഉള്ളൂ. ആ പാപമോചനം നമ്മൾ
ഇരിമയ ഏതാണ് 1 കൊരിന്ത്യർ. നമ്മളെല്ലാ ആഴ്ചയും വായിക്കുന്ന ഒരു വായനാ ഭാഗമാണ് ഈ 1 കൊരിന്ത്യർ. 1 കൊരിന്ത്യർ 11-ാം അധ്യായം. 11-ാം അധ്യായത്തിൻ്റെ അപ്പം അവിടുത്തെ 32 വിധിക്കപ്പെടുന്നുവെങ്കിൽ, അതായത് നാം നമ്മെ തന്നെ വിധിക്കാനാണ് പറയുന്നത്. നമ്മുടെ തെറ്റുകൾ കുറ്റങ്ങളെല്ലാം നാം നമ്മെ തന്നെ വിധിക്കുക. അങ്ങനെ വിധിച്ചാൽ അത് തന്നെ ആ കുറ്റങ്ങൾ കണ്ടെത്തിയാൽ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മളെ ബാലശിക്ഷ കഴിക്കാവുന്നു. അപ്പോൾ ലോകം മുഴുവൻ നിത്യശിക്ഷാവിധിയിൽ അകപ്പെടും. ദാവീദിൻ്റെ കാര്യം നോക്കുമ്പോൾ ദാവീദ് നിത്യശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ദാവീദിന് കർത്താവ് ബാലശിക്ഷ കഴിച്ചു. ആ ബാലശിക്ഷയാണ് ഏതൊക്കെ? 1, തൻ്റെ മകൻ തന്നെ തനിക്കെതിരായിട്ട് എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞത്. 2, രഹസ്യത്തിൽ നീ ചെയ്ത കാര്യം നിനക്ക് നിൻ്റെ ജീവിതത്തിൽ പരസ്യമായി തന്നെ സംഭവിക്കും. പിന്നെ നിൻ്റെ കുഞ്ഞ് മരിച്ചു പോകും. ഈ 3 കാര്യങ്ങളും അവിടെ സംഭവിച്ചത് അത് ബാലശിക്ഷയാണ്. എന്തിനു വേണ്ടിയാണ്? നാം ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ. നമ്മളവിടെ ദാവീദിൻ്റെ കാര്യത്തിൽ വായിച്ചാൽ ദാവീദ് ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് ദാവീദിന് ബാലശിക്ഷ കൊടുത്തതാണ് അതൊക്കെ. അപ്പം അങ്ങനെ ശിക്ഷാവിധിയിൽ അകപ്പെട്ട് നശിച്ചു പോകാതെ രക്ഷാവിധിയിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭൂമിയിൽ തന്നെ ശിക്ഷ ലഭിക്കുന്നത്. അത് ജാതികളായിരിക്കുന്നവർക്ക് ലഭിക്കില്ല. സത്യവിശ്വാസത്തിലായിരിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു സൗജന്യമുള്ളൂ, അല്ലാതെ എല്ലാവർക്കും ഇല്ല. അപ്പോൾ ഈ സത്യവിശ്വാസത്തിലായിരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശിക്ഷ അനുഭവിച്ച് തന്നെ പോകും. അല്ലാതെ യേശുക്രിസ്തു മാത്രമേ ദൈവരാജ്യത്തിൽ കാണുകയുള്ളൂ. ദൈവം നീതിമാനായവനെ മാത്രമേ അവിടെ കൊണ്ടുപോകും. അപ്പം നീ വായിക്കുന്നുണ്ട്, അവൻ മുന്നറിഞ്ഞവനെ മുൻനിയമിച്ചവനെ വിളിച്ചവനെ നീതീകരിച്ചവനെ തേജസ്കരിച്ചു വിളിക്കും. ഇതാണ് പ്രോസസ്സ്. ആരൊക്കെയാണ് ദൈവം ദൈവരാജ്യത്തിലുണ്ടെന്നും അറിയുന്ന ആൾക്കാരെ ദൈവം മുന്നറിഞ്ഞവരെ മുൻനിയമിക്കുകയും മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിക്കണം. നീതീകരിക്കപ്പെടാത്ത ഒരുവൻ ദൈവരാജ്യത്തിൽ ഉണ്ടാകില്ല. ആ നമ്മളവരിന്ന് വിളിക്കപ്പെട്ടവരെ നീതീകരിക്കുന്ന പ്രോസസ്സാണ്. അതാണ് നിനക്ക് നിൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ആ മോചിക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കണം. അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഒരു കൊലപാതകി കൊല ചെയ്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ആ കൊലപാതകിക്ക് ഇത്ര വർഷം കഠിന തടവ്, 12 വർഷം, അല്ലെങ്കിൽ പണ്ടൊക്കെ വെച്ചാൽ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ. ഇപ്പോൾ ജീവപര്യന്തത്തിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്, അത് 12 വർഷമൊക്കെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ജീവപര്യന്തം ശിക്ഷ, ജീവപര്യന്തം എന്ന് വാക്കുന്ന ജീവിതകാലം മുഴുവൻ ശിക്ഷ എന്നാണ്. ആ ശിക്ഷ കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ കൊലപാതകനല്ല. നിയമത്തിൻ്റെ കണ്ണിൽ അവൻ കൊലപാതകനല്ല. കാരണം അവൻ ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അവനിപ്പം കൊലപാതകനല്ല. പക്ഷേ ജനം പലപ്പോഴും അവൻ കൊന്നിട്ടുണ്ടോ, അവൻ കൊലപാതകനാണെന്നൊക്കെ ജനം പറയും. പക്ഷേ നിയമത്തിൻ്റെ കണ്ണിൽ അവൻ്റെ ശിക്ഷ അവൻ്റെ ആ പാപം അവൻ ചെയ്ത തെറ്റിനെ അവിടെ നീതീകരിക്കപ്പെടുകയാണ് ജീവപര്യന്തം അവൻ ലഭിച്ച ശിക്ഷയിലൂടെ, അല്ലെ 12 വർഷത്തെ ശിക്ഷയിലൂടെ. ഈ ചെയ്ത തെറ്റിന് പിന്നൊരു സമയത്ത് അവനെ ശിക്ഷിക്കാനൊക്കത്തില്ല. കാരണം അത് തീർന്നു പോയി എന്ന് പറയുന്നത് പോലെ, അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന തെറ്റുകളിലൊക്കെല്ലാം ദൈവത്തിന് വിരോധമായി ചെയ്യുന്ന, ദൈവജനത്തിന് വിരോധമായി ചെയ്യുന്ന, വചനത്തിന് വിരോധമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ശിക്ഷ ഇവിടെ തന്നെ ഉണ്ടാകും. അത് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പോകാനൊക്കത്തില്ല. അത് ദൈവം നമ്മളോട് കാണിക്കുന്ന വലിയൊരു കരുണയാണ്. അത് മറ്റൊരു മനുഷ്യനും അത് ചെയ്യാൻ സാധിക്കില്ല. ഈ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്, ഈ ദൈവത്തെയാണ് നമ്മൾ പിൻപറ്റുന്നത്, ഈ ദൈവത്തോടു കൂടെയാണ് നമ്മൾ നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും. അപ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ വലിപ്പവും ദൈവത്തിൻ്റെ നന്മയും ദൈവത്തിൻ്റെ കീർത്തിയും ദൈവത്തിൻ്റെ ഭയങ്കരത്വം ഒക്കെ കൂടി പോവുകയാണ്. അത് നമ്മുടെ മനസ്സിൽ നിറയണം. നമ്മുടെ ദൈവമായിരിക്കുന്നത് എന്തൊരു ഭാഗ്യമുള്ള ജനമാണ് നമ്മൾ ഓരോരുത്തരും. രണ്ടാമത്തെ വായനാഭാഗം ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം. 16-ാം അധ്യായത്തിൽ ദൈവം ഇരമ്യാവിനോട് പറയുകയാണ്, ഈ സ്ഥലത്ത് നീ ഭാര്യയെ പരിഗ്രഹിക്കരുത്, നിനക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകുകയും അരുത്. എന്നിട്ട് പറഞ്ഞു, ഈ സ്ഥലത്ത് ജനിക്കുന്ന പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച്, ഈ ദേശത്ത് അവരെ പ്രസവിക്കുന്ന അമ്മമാരെക്കുറിച്ചും അവരെ ജനിപ്പിക്കുന്ന അപ്പന്മാരെക്കുറിച്ചും യഹോവ ഇപ്രകാരം അറിയിച്ചിരുന്നു. അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. ആരും അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ അവർ നിലത്തിന് വളമായി കിടക്കും. വാളാലും ക്ഷാമത്താലും അവർ മുടിഞ്ഞു പോകും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും. യഹോവ ഇപ്രകാരം അറിയിച്ചിരുന്നു, നീ ദുഃഖഭവനത്തിൽ ചെല്ലരുത്, വിലാപം കഴിപ്പാൻ പോകരുത്, അവരോട് സഹതാപം കാണിക്കുമരുത്. ഞാൻ എൻ്റെ സമാധാനവും കരുണയും ഈ ജനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന യഹോവയുടെ അരുളപ്പാട്. വലിയവരും ചെറിയവരും ഈ ദേശത്ത് മരിക്കും. ആരും അവരെ കുഴിച്ചിടുകയില്ല, അവരെക്കുറിച്ച് വിലാപം കഴിക്കുകയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പം ഇവിടെ ഈ ഒരു സംഭവം നിൻ്റെ ഭാര്യയ്ക്കും നിൻ്റെ മക്കൾക്കും ഉണ്ടാകരുത്. ആരുടെ? ഇരമ്യാവിൻ്റെ. അതുകൊണ്ടാണ് ഇരമ്യാവിൻ്റെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഇതാണ്. അത് നീ ഭാര്യയും മക്കളും നിനക്കുണ്ടായാലും ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നീ ഭാര്യയെ പരിഗ്രഹിക്കുകയോ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയോ ചെയ്യരുതെന്ന് ഇരമ്യാ പ്രവാചകനോട് പറയുകയാണ്. ഇരമ്യാ പ്രവാചകൻ അദ്ദേഹത്തിന് ഭാര്യയോ മക്കളോ ഉള്ളതായിട്ടുള്ള ഒരു തെളിവൊന്നും ഈ പുസ്തകത്തിലില്ല. വേറെ എങ്ങും ഞാൻ വായിച്ചിട്ടില്ല, അറിയില്ല. പക്ഷേ എൻ്റെ അറിവ് എന്ന് പറയുന്നത് ഇരമ്യാ പ്രവാചകൻ വിവാഹം കഴിച്ചിട്ടില്ല, മക്കളില്ല എന്നുള്ളതാണ്. അതിനും ഈ പറയുന്ന കാലത്തിന് മുമ്പ്, അതായത് പ്രവാചക ശുശ്രൂഷയിൽ വരുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ടോ, മക്കളുണ്ടോ, അവർ വേറെ സ്ഥലത്താണോ, അല്ലെങ്കിൽ പിന്നെ അവരുമായിട്ട് ഈ ബന്ധമൊന്നും ഇല്ലാതെ പ്രവചന ശുശ്രൂഷയിൽ പൂർണ്ണമായും ഇരുന്നത് കൊണ്ടാണോ ഒക്കെ വായിക്കാൻ അറിയാപ്പെടാതെ പോയതെന്നൊന്നും അറിയില്ല. എന്തായാലും അത് അറിയിക്കപ്പെട്ടതായിട്ട് വായിച്ച് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് തന്നെ പറയുന്നത്, ഈ ഭാര്യയെ പരിഗ്രഹിക്കുക, നിനക്ക് പുത്രന്മാരും ഉണ്ടാകരുത്. തിരിച്ച് താഴോട്ട് പോകുമ്പം ഇത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്ന ഈ അനർത്ഥമൊക്കെയും കൽപ്പിച്ചത് ഞങ്ങളോട് അകൃത്യം ചെയ്തത് ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾ ചെയ്ത പാപം എന്ത് അവർ നിന്നോട് ചോദിക്കും. അപ്പം അവർ ഞങ്ങൾ ദൈവത്തോട് എന്തെങ്കിലും പാപം ചെയ്തോ, ഞങ്ങൾ പാപവും ചെയ്തിട്ടുള്ളൂ, ദൈവം എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നത്. കാരണം അത്ര ബോധമില്ലാതിരിക്കുകയാണ്. അവർ ചെയ്ത പാപങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുന്നില്ല. അങ്ങനെ പറയുമ്പോൾ നീ അവരോട് പറയണം, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ത്യജിച്ച് അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിച്ച് നമസ്കരിക്കുകയും എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എന്ന് പറയണം. നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പിതാക്കന്മാർ ചെയ്തതുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ പിതാക്കന്മാരെക്കാളും കേമന്മാരായി അധികം ദോഷം ചെയ്തിരിക്കുന്നു. ഓരോരുത്തൻ എൻ്റെ വാക്ക് കേൾക്കാതെ താൻ്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം അനുസരിച്ച് നടക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്ത് അപ്പം ചെയ്തതിന് മക്കൾ അനുഭവിക്കേണ്ട കാര്യമില്ല എന്ന് ദൈവം തന്നെ തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൻ ചെയ്ത തെറ്റിന് മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ നിങ്ങൾ ചെയ്ത തെറ്റിനാണ് നിങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതൊന്നും കേട്ട് ഞാൻ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യം അനുസരിച്ച് നിങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്ത് നിന്നും നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളും അറിയാത്തൊരു ദേശത്തേക്ക് നീക്കിക്കളയും. അവിടെ നിങ്ങൾ രാവും പകലും അന്യദേവന്മാരെ സേവിക്കും. അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കുകയുമില്ല. പക്ഷേ അവിടെ വേറൊരു ആശ്വാസത്തിൻ്റെ വാക്ക്, ഒരു സംഭവിക്കാനിരിക്കുന്ന മറ്റൊരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്ന പോലെ തന്നെ സംഭവിക്കാനിരിക്കുന്ന വേറൊരു കാര്യത്തെക്കുറിച്ച് അവിടെ ദൈവം അറിയിക്കുന്നുണ്ട്. അത് ഇതാണ്: ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനിയും പറയാതെ. അപ്പോൾ ഈ കാലമൊക്കെ ഇപ്പം ഈ ഇരമ്യാ പ്രവാചകന്റെ കാലത്തൊക്കെയും അവർ പറയുന്നത്, മിസ്രയീം ദേശത്ത് നിന്ന് ഞങ്ങൾ 430 വർഷക്കാലം തങ്ങളുടെ പിതാക്കന്മാർ അവിടെ അടിമവേലയിലും കഷ്ടത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിട്ട് അവരെ 40 വർഷം മരുഭൂമി യാത്രയിലൂടെ കൊണ്ടുവന്ന് ഈ സ്ഥലത്താക്കിയ ദൈവം. അതാണ് അവർ പറയുന്നത്, ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ദൈവം എന്നാണ് അന്ന് ആ കാലത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇനിയും പറയാതെ ഇസ്രായേൽ മക്കളെ വടക്കേ ദേശത്ത് നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞ് സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണെന്ന് പറയുന്ന കാലം വരും. ഇന്ന് ആയിരിക്കുന്ന ഇസ്രായേൽ, അപ്പം യേശുക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം ആ ദേശം പൂർണ്ണമായി ഇല്ലാതായി, നശിച്ചു. അവിടെ ഒന്നുമില്ല, ആളുകളില്ല. അവരെല്ലാം ചിതറി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി. കേരളത്തിലും വന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നത് റഷ്യ ഉള്ള ഭൂപ്രദേശങ്ങളിലാണ്. റഷ്യ ഒരു വലിയ രാജ്യമായിരുന്നല്ലോ, ഇഷ്ടംപോലെ സ്ഥലമുണ്ടായിരുന്നു. അവിടെ സംരക്ഷിക്കപ്പെടാൻ തക്കവണ്ണമുള്ള അവിടെ സംവിധാനങ്ങളുണ്ടായിരുന്നു അവസാന കാലങ്ങളിലൊക്കെ. അപ്പോൾ അവിടെ നിന്നാണ് ആദ്യം സംഘം ഈ പറഞ്ഞ ഇന്ന് ഇസ്രായേൽ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത്. അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് പല ദേശങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് കൂടി അതാകുന്നത്. അപ്പോൾ ഇന്നായിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവർക്ക് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന എത്ര കാലമായി? 1948. ഇന്നിപ്പോൾ 2000 2024, 100 വർഷം ആയിട്ടില്ല. 100 വർഷമാണെങ്കിൽ 2048 100 വർഷം പോലും ആയിട്ടില്ല. അപ്പം ഇത്രയും ചുരുങ്ങിയ കാലമേ ആയിട്ടുള്ളൂ അവർ ഇസ്രായേലിലേക്ക് മടങ്ങി വന്നിട്ട്. അപ്പോൾ അവർക്ക് എന്താണ് ആ തലമുറ, ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് പറയാനുള്ളത് എന്താണ്? ഞങ്ങളെ വടക്ക് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവ, ഞങ്ങളെ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവ എന്നാണ് ഇന്ന് അവർക്ക് പറയാൻ കഴിയും. കാരണം അത് മറ്റേത് അവരുടെ അനുഭവത്തിലില്ല, അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന സംഗതിയിൽ. ഇവരുടെ മുമ്പിലുള്ളത് ലോകത്തുമാകം ചിതറിക്കിടന്നൊരു ജനമായിരുന്നു, അവിടെ നിന്ന് ദൈവം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന കാലം വരും. ഇപ്പോൾ ആ കാലമാണ്. അത് പൂർണ്ണമായി അങ്ങനെ ഇപ്പോൾ പറയുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞാൽ ഇനിയൊരു കാലത്തായിരിക്കും, ചിലപ്പോൾ ഇനിയും പലരും വരാനുണ്ടാവും. അവരുടെ കാലത്താണ്
അത് പറയാൻ സാധ്യതയുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ടാകും. ഞാൻ അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. ഇതാ ഞാൻ അനേകം മീൻ പിടിക്കാരെ വരുത്തും, അവർ അവരെ പിടിക്കും. അതിൻ്റെ ശേഷം ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവർ അവരെ എല്ലാ മലയിൽ നിന്നും എല്ലാ കുന്നിൽ നിന്നും പാറപ്പിളർപ്പുകളിൽ നിന്നും നായാടി പിടിക്കും. ആരെക്കുറിച്ചാണ്? ഇസ്രായേലിനെ കുറിച്ചാണ്, യഹൂദയെക്കുറിച്ചാണ്. എൻ്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളിന്മേലും വെച്ചിരിക്കുന്നു. അത് ദൈവജനത്തിന് ഉള്ള ഒരു കാര്യമാണ്. നീ ദൈവജനമാണ്, ഞാൻ ദൈവജനമാണ്, ഞാൻ ദൈവവേദിലാണ്, എന്നെ കേൾക്കുന്ന താങ്കൾ ദൈവവേദിലാണ് എങ്കിൽ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി എല്ലാ സമയത്തും എല്ലാ നേരവും എല്ലാ വഴികളിലും എല്ലാ ചിന്തകളിലും എല്ലാ പ്രവർത്തികളിലും നമ്മളിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ദൈവം അറിയാതെ ഒരു കാര്യവും നമുക്ക് ഒളിച്ചു ചെയ്യാനൊക്കത്തില്ല എന്നുള്ളതാണ്. അവ എനിക്കും മറിഞ്ഞു കിടക്കുന്നില്ല, എനിക്ക് മറിഞ്ഞു കിടക്കുന്നില്ല. അവരുടെ അകൃത്യം എൻ്റെ കണ്ണിന് ഗുപ്തം എന്ന് പറഞ്ഞാൽ മറിഞ്ഞിരിക്കുക എന്നാണ്. ഒളിച്ചിരിക്കുക, മറിഞ്ഞിരിക്കുക എന്നുള്ളത് ഗുപ്തമായിരിക്കുന്നതുമില്ല. അവരെൻ്റെ ദേശത്തെ തങ്ങളുടെ മ്ലേച്ഛ വിഗ്രഹങ്ങളാൽ മലിനമാക്കി എൻ്റെ അവകാശത്തെ തങ്ങളുടെ അറപ്പുകളെ കൊണ്ട് നിറച്ചിരിക്കുന്നു. തങ്ങളുടെ അറപ്പുകളെ കൊണ്ട് നിറച്ചിരിക്കൽ ഞാൻ ഒന്നാമത് അവരുടെ അകൃത്യത്തിനും അവരുടെ പാപത്തിനും ഇരട്ടിച്ച് പകരം കൊടുക്കും. എൻ്റെ ബലവും എൻ്റെ കോട്ടയും കഷ്ടകാലത്തിൻ്റെ ശരണമായ യഹോവേ, ജാതികൾ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും നിന്റെ അടുക്കൽ വന്നു ഞങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായിരുന്നത് മിഥ്യാമൂർത്തികളായ വെറും ഭോഷ്കത്രേ, അവയിൽ പ്രയോജനമുള്ളത് ഒന്നുമില്ല എന്ന് പറയും. അത് അന്ന് തിരിച്ചറിയും അവർ, ഇതെല്ലാം വെറും മിഥ്യാമൂർത്തികളായിരുന്നു തിരിച്ചറിയും എന്ന് പറയുകയാണ്. അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ ഈ യിരെമ്യാ പ്രവാചകൻ സംസാരിക്കുന്ന ഈ കാലം വരെ, അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് പോകുന്ന കാലം വരെയും അവർ അന്യദൈവങ്ങളെയും മിഥ്യാമൂർത്തികളെയും പച്ചമരത്തിൻ്റെ ചുവട്ടിൽ വിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ജനം പ്രവാസത്തിൽ നിന്ന് വന്നതിന് ശേഷം അങ്ങനെ ആയിരുന്നില്ല. പ്രവാസത്തിൽ നിന്ന് വന്നതിന് ശേഷം അവർ ഏകസത്യ ദൈവത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. അവർ പിന്നെ ഈ മിഥ്യാമൂർത്തികളുടെ പുറകെ പോയിട്ടില്ല. അവർ പൂർണ്ണമായും ഏകസത്യ ദൈവത്തിൻ്റെ പുറകിൽ തന്നെയായിരുന്നു. ക്രിസ്തുവിൻ്റെ കാലത്ത് അതിന് ഒരു പ്രശ്നമുണ്ടായത്, അവർ ഏകസത്യ ദൈവത്തിൽ തന്നെ, പക്ഷേ ദൈവം പറയാത്ത കുറേ കൽപ്പനകളും കൂടെ ജനത്തിൻ്റെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ് പ്രമാണിമാരും ശാസ്ത്രിമാരും പരീശന്മാരും അതുപോലെ തന്നെ പുരോഹിതന്മാരും ഒക്കെ ചെയ്തത്. അതാണ് അവർക്ക് മേലുള്ള കുറ്റം. പക്ഷെ അവർ വൃത്തിയായിട്ട് നടക്കുന്നുമില്ല. അവർ ദൈവം തന്നെയാണ്, അവർക്ക് ദൈവവും യെരുശലേം ദേവാലയം ഒക്കെ അവർക്ക് വലിയ കാര്യമാണ്. പക്ഷേ അവർ ഈ പറയുന്ന പ്രകാരം നടക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവം പറയാത്ത കുറേ കൽപ്പനകളും കുറേ നിബന്ധനകളും ഉപദേശങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. എന്നിട്ട് ഇവിടെ വായിക്കുകയാണ്, അവയിൽ പ്രയോജനമുള്ളത് ഒന്നുമില്ല എന്ന് പറയുന്നൊരു ജനം വരും. തനിക്ക് ദേവന്മാരെ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയുമോ? പക്ഷേ ലോകത്ത് ദേവന്മാരെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മനുഷ്യനുണ്ടാക്കിയ ദേവന്മാരാണ് ലോകത്തുള്ളത് മുഴുവൻ. ഒരിക്കലും അങ്ങനെ സാധിക്കുകയില്ല. ദേവന്മാരാണെങ്കിലും സാധിക്കില്ല. ദൈവത്തെ മനുഷ്യനുണ്ടാക്കാനൊക്കില്ല. നമ്മൾ കാണുന്ന എല്ലാ ദൈവങ്ങളും, എല്ലാ ആലയത്തിലിരിക്കുന്ന ദൈവങ്ങളും മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളാണ്. അപ്പോൾ അത് സാധിക്കുകയില്ല എന്നാണ് ദൈവം. അത് നമുക്കൊരു ലോജിക്കിൽ അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയിൽ നമുക്കും ചിന്തിക്കാവുന്നുള്ളതല്ലേ. ഈ ലോകത്തിലെ കോടാനുകോടി ജനം ഈ ഭോഷ്കിലാണ് ആയിരിക്കുന്നത്. അവർ ദൈവന്മാരെ ഉണ്ടാക്കി അവർ ആ ദൈവത്തെ ആരാധിക്കുന്നു. ഒരിക്കലും ഒരു ദേവനെ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയില്ല. ആകെയാൽ ഞാൻ ഈ പ്രാവശ്യം അവരെ ഒന്ന് പഠിപ്പിക്കും. എൻ്റെ കൈയും എൻ്റെ ബലവും ഞാൻ അവരെ ഒന്ന് അനുഭവിപ്പിക്കും. എൻ്റെ നാമം യഹോവ എന്ന് അവർ അറിയും. ആ ഒരു കാലത്തിലേക്കാണ് ഇപ്പോൾ യിരെമ്യാ പ്രവാചകൻ്റെ ഈ പ്രവചന ശുശ്രൂഷ എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവാസകാലം വരാനിരിക്കുന്നു. അതിനുള്ള മുന്നറിയിപ്പുകൾ മടങ്ങി വരുവാൻ ജനത്തിൽ, ഇപ്പം ജനം എല്ലാവരും മടങ്ങി വരുന്നൊരവസ്ഥയിലാണെങ്കിൽ മാത്രമേ ഇത് സാധിക്കാതിരിക്കുകയുള്ളൂ. കുറച്ച് പേര് ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ സംഭവിക്കാതിരിക്കില്ല. അത് സംഭവിക്കും. ഈ ബാബേൽ പ്രവാസം സംഭവിക്കും. 70 സംവത്സരം അവിടെ അടിമയായി ജീവിക്കേണ്ടി വരും. അതൊക്കെ ഞാനിപ്പോൾ 70 വർഷം പറയുന്നെങ്കിലും 25-ാം അധ്യായത്തിലാണ് ശരിക്ക് ഈ 70 വർഷത്തെ സംവത്സരത്തെക്കുറിച്ച് കൃത്യമായി തന്നെ ഒരു അറിയിപ്പ് യിരെമ്യാ പ്രവാചകനിൽ നിന്നുണ്ടാകുന്നത്. 29-ാം അധ്യായത്തിൽ അവരെ മടക്കി കൊണ്ടുവരുന്നതിനെക്കുറിച്ചും നമുക്ക് വായിക്കാൻ കഴിയും. 70 വർഷം കഴിഞ്ഞേ ഞാൻ നിങ്ങളെ അവിടെ നിന്ന് മടക്കി വരുത്തൂ എന്ന് പറയുന്നത്. രണ്ടും അതൊക്കെ ഇനി ഒരുപാട് അധ്യായങ്ങൾ കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ 70 വർഷത്തെ പ്രവാസത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ദൈവം തന്നെ അനുസരിച്ച് നടക്കാത്ത തൻ്റെ ജനത്തോട് പറയുന്ന പ്രവൃത്തികളും വർത്തമാനങ്ങളും ഒക്കെ നമ്മൾ തുടർന്നും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ വായനാ ഭാഗത്തിൽ നിന്ന് മത്തായിയുടെ സുവിശേഷം 27. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. അടുത്തൊരു അധ്യായത്തോടുകൂടി മത്തായിയുടെ സുവിശേഷം തീരും. 28 അധ്യായങ്ങളാണ് മത്തായിയുടെ സുവിശേഷത്തിലുള്ളത്. ഈ അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ അവസാന കാലത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന
ആണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ആ രാത്രിയിൽ തന്നെ നടക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളോട് വായിക്കുന്നത്. രാത്രിയിൽ തന്നെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. യേശുവിനെ കൊല്ലുവാൻ വിചാരിച്ചാലും അവർക്ക് ആ കൃത്യം നടപ്പിലാക്കാനുള്ള അധികാരമില്ല. മുമ്പ് അവർ ഇസ്രായേലായിരുന്ന സമയത്ത് മഹാപുരോഹിതന് കുറ്റം വിധിക്കാം. ആ കുറ്റം വിധിക്കുന്നത് ജനമാണ് കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണെങ്കിൽ ജനം കല്ലെറിഞ്ഞ് കൊല്ലും. മറ്റ് എന്തെങ്കിലും രീതിയിലാണ് കൊല്ലേണ്ടതെങ്കിൽ അത് അതിൻ്റെ പടയാളികളോ ഒക്കെ ആയിട്ട് ചെയ്തു തീർക്കും. മഹാപുരോഹിതൻ വിധിച്ചാൽ മതി. പക്ഷേ ഇന്ന് രാജ്യം റോമൻസിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് കൊല്ലാനുള്ള അധികാരം ഇന്ന് മഹാപുരോഹിതന്മാർക്കില്ല. അത് പക്ഷേ വിചാരിക്കാം, അതിനുള്ള സാഹചര്യം, ആ ഒരു പ്ലാനാണ് അവർ ചെയ്യുന്നത്. യേശുക്രിസ്തുവിനെ കൊല്ലണം, അതിനുള്ള വഴികൾക്ക് വേണ്ടിയിട്ടാണ് അവർ വിചാരിക്കുന്നത്. അവർ അതിൻ്റെ അധികാരിയായ പീലാത്തോസ് അവിടുത്തെ നാടുവാഴിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇസ്രായേൽ ദേശത്തെ 4 നാട്ടുരാജ്യങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു രാജ്യമാണ് യഹൂദ. അപ്പോൾ അവിടെയാണ് ഈ പീലാത്തോസ് ഉള്ളത്. പീലാത്തോസ് അവിടുത്തെ രാജാവാണ്, അല്ലെങ്കിൽ നാടുവാഴിയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് പീലാത്തോസിനെ കൊണ്ട് ഏൽപ്പിച്ചു. എന്നാൽ ഇതിനിടയ്ക്ക് യൂദ താൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യം വരികയാണ്. ഞാനൊരു നീതിമാൻ്റെ രക്തമാണ് ചിന്താനിടയാക്കിയത്, അതുകൊണ്ട് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു, അതുകൊണ്ട് ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ ആ പണം തിരിച്ചുകൊണ്ട് കൊടുത്തു. അവിടെ അവർക്ക് പണമൊന്നും വേണ്ട. അതൊന്നും പണം നിനക്ക് തന്ന പണം നീ എടുത്തുകൊണ്ട് പോകും, അതിന് ഞങ്ങൾക്ക് ആവശ്യമില്ല, നീ ചെയ്ത കാര്യത്തെക്കുറിച്ച് നീ തന്നെ നോക്കിയോ, ഞങ്ങൾക്ക് അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയും. പക്ഷേ ആ വെള്ളിക്കാശ് കൊണ്ടുപോകാതെ മന്ദിരത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് യൂദ പോയി തൂങ്ങി കെട്ടിഞ്ഞാന്ന് ചത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ തൂങ്ങി മരിച്ചു. യൂദ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇവിടെ ആ പണം, ആ വെള്ളിക്കാശ് അവർ ഇത് രക്തവിലയായതുകൊണ്ട് ഭണ്ഡാരത്തിലിടണ്ട, മറിച്ച് നമുക്ക് കാര്യം ചെയ്യാം, പരദേശികളെ കുഴിച്ചിടുവാൻ ഒരു നിലം വാങ്ങി, കുശവൻ്റെ നിലം വാങ്ങി. ആ നിലത്തിന് ഇന്ന് വരെ രക്തനിലം, അക്കൽദാമ എന്നൊക്കെ വായിക്കുന്ന നമ്മൾ ആ നിലത്തെക്കുറിച്ചാണ്. രക്തനിലം എന്ന് പേർ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാൻ സെഖരിയാവ് 11-ാം അധ്യായം 12-13 വാക്യങ്ങൾ കൊണ്ട് വായിക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് യേശുക്രിസ്തുവിനെ നാടുവാഴിയായ രാജാവായ ദേശത്തിൻ്റെ രാജാവായ പീലാത്തോസിൻ്റെ അടുത്ത് എത്തിയ സംഭവമായിട്ട് ആണ് മുന്നോട്ട് പോകുന്നത്. നാടുവാഴി ചോദിച്ചു, നീ യഹൂദന്മാർ രാജാവോ? ഞാനാകുന്നു എന്ന് യേശു മറുപടി പറഞ്ഞു. മഹാപുരോഹിതൻ മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവനൊന്നും പറഞ്ഞില്ല. പീലാത്തോസ് പറയുകയാണ്, നിൻ്റെ നേരെ എന്തെല്ലാം സാക്ഷ്യങ്ങൾ അവർ പറയുന്നുണ്ട് എന്ന് നീ കേൾക്കുന്നില്ലേ? എന്നിട്ടും ഒരു ഉത്തരവും യേശുക്രിസ്തു പറയാത്തതുകൊണ്ട് പീലാത്തോസ് അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് ബറാബാസ് എന്നൊരു വലിയ സ്തുതിപ്പെട്ട, വളരെ കൊള്ളരുതാത്ത ഒരു തടവുകാരൻ തടവിലുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, പീലാത്തോസ് ചോദിക്കുകയാണ്, ബറാബാസിനെ വേണോ അത് ക്രിസ്തുവിനെ വേണോ വിട്ടയക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ക്രിസ്തുവിനോടുള്ള അസൂയ കൊണ്ടാണ്, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അധികാരികൾ യേശുക്രിസ്തുവിനോടുള്ള അസൂയ കൊണ്ടാണ് ഇത് ഏൽപ്പിച്ചതെന്ന് പീലാത്തോസിന് മനസ്സിലായി. അതുപോലെ തന്നെ ന്യായാസനത്തിൽ ഇരിക്കുമ്പം ഭാര്യ വന്ന് പറയുന്നുണ്ട്, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാനിന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതും പീലാത്തോസിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവിടെ പീലാത്തോസിനെ ബറബാസിനെ വേണമോ യേശുവിനെ വേണമോ എന്ന് ചോദിക്കുമ്പം ഈ ജനത്തെ പുരോഹിതന്മാരും പ്രമാണിമാരും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ ജനക്കൂട്ടത്തെ എന്ത് പറയണമെന്ന്. ആരെ വിട്ടയക്കണം ചോദിക്കുമ്പോൾ ബറാബാസിനെ വിട്ടയക്കാനാണ് അവർ പറയുന്നത്. ബറാബാസിനെ വിട്ടയക്കണം. എന്നിട്ട് പീലാത്തോസ് ഇപ്പോൾ യേശുവിനെ എന്ത് ചെയ്യണം? യേശുവിനെ എല്ലാവരും നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയണം. സാഹചര്യം വരുമ്പം ഇതാണ് പറയേണ്ടത്. അവനെ ക്രൂശിക്കണമെന്ന് നിലവിളിച്ചു പറഞ്ഞു. അപ്പം ജനത്തിൻ്റെ കൂട്ടം മൊത്തം ഈ പുരോഹിതന്മാരുടെയും പ്രമാണിമാരുടെയും വാക്കുകൾ കേട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവർ പറയുകയാണ്, അവനെ ക്രൂശിക്കണം. യേശുവിനെ എന്ത് ചെയ്യണം ചോദിക്കുന്ന ചോദ്യത്തിന് അവനെ ക്രൂശിക്കണമെന്ന് നിലവിളിച്ച് പറഞ്ഞു എന്നാണ്. ഈ ശബ്ദവും ബഹളമെല്ലാം കൂടുന്നതല്ലാതെ ഇതൊന്നും സാധിക്കുന്നില്ല. ഒന്നും ഒരു തീരുമാനത്തിൽ മാസിൻ്റെ അല്ലെങ്കിൽ ജനക്കൂട്ടത്തിൻ്റെ ഇതല്ലേ. ജനക്കൂട്ടത്തിന് നമുക്ക് ഒരു തരത്തിലും എങ്ങും ഒന്നും ചെയ്യാനൊക്കില്ല. എല്ലാ സമയത്തും ഇതാണ്. നമ്മുടെ രാജ്യത്തും
ജനക്കൂട്ടം കൂടി നടന്ന് ആൾക്കാരെ നഗ്നരായി ദേശത്തൂടെ നടത്തുന്നതും തലമുണ്ടനം ചെയ്ത് നടത്തുന്നതും അടിക്കുന്നതും ഒക്കെ ഒരു പോലീസിനും നിയന്ത്രിക്കാനൊന്നും ചെയ്യത്തില്ല, കഴിയില്ല. അത് ജനക്കൂട്ടമാണ്. ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായ ഒരു ഇതാണ്, ഭ്രാന്ത് പിടിച്ചാണ് നിൽക്കുന്നത്. അവിടെ ലോജിക്കോ അല്ലെങ്കിൽ മനസാക്ഷിയോ ഒന്നും ജനക്കൂട്ടത്തിനില്ല. ഒരു ജനത്തിനുള്ളവനുണ്ടെങ്കിൽ പോലും അങ്ങനെ ഇല്ല ആ കൂട്ടത്തിന്. ആ കൂട്ടമെല്ലാം ഒരേ മനസ്സോടുകൂടിയാണ്. ഇവിടെയും അത് തന്നെയാണ് കാണുന്നത്. എനിക്ക് നീതിമാൻ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി പീലാത്തോസ് പോവുകയാണ്. ഒരു കഷ്ടമാണ് കൈ കഴുകുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് അതിനകത്ത് പങ്കില്ല, ഈ രക്തത്തിൽ എനിക്ക് പങ്ക്, നിങ്ങൾ തന്നെ നോക്കിക്കോളാൻ പറയും. അപ്പം അവർക്ക് ഈ അധികാരം പീലാത്തോസിൻ്റെ കയ്യിൽ നിന്ന് ജനത്തിന് അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് പ്രമാണിമാർക്ക് കിട്ടുകയാണ്. അവർ യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചു ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചു. ഇവിടെ അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ വസ്ത്രമെല്ലാം മാറ്റി വേറൊരു വസ്ത്രം ധരിപ്പിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം വെച്ചു കൊടുത്തു. എന്നിട്ട് യഹൂദന്മാർ രാജാവെ ജയ ജയ എന്ന് പറയിപ്പിച്ചു. അത് പരിഹസിച്ച് പറയുന്നതാണ്. രാജാവെന്ന് പറഞ്ഞാൽ നേരത്തെ രാജാവ് നീ യഹൂദന്മാർ രാജാവ് എന്ന് ചോദിച്ചതിന് അതെ ഞാൻ തന്നെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ യഹൂദന്മാർ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് കളിയാക്കുക. പിന്നെ യേശുക്രിസ്തുവിൻ്റെ മേൽ തുപ്പുന്നുണ്ട്, കോലെടുത്ത് അവൻ്റെ തലയിൽ അടിക്കുന്നുണ്ട്. എല്ലാം പരിഹാസമെല്ലാം തീർന്നപ്പം വീണ്ടും ആ വസ്ത്രം നീക്കി മേലങ്കി ഇട്ട് കൊടുത്തതാണ്, രാജാവിൻ്റെ മേലങ്കി എന്ന് പറഞ്ഞ് കളിയാക്കാൻ വേണ്ടി ഇട്ടതാണ്. അത് മാറ്റി യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിക്കാൻ കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ ശീമോൻ എന്ന പേരുള്ള ഒരു കുറേനക്കാരനെ കണ്ടു. അവനെ ക്രൂശ് ചുമക്കാൻ നിർബന്ധിച്ചു. യേശുവിന് കഴിയാത്തതുകൊണ്ടായിരിക്കണം അങ്ങനെ. എന്നിട്ട് തലയോടിടാൻ അർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവന് കയ്പനീര് കലക്കിയ വീഞ്ഞ്, അത് വിനീഗർ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ വായിക്കുന്നത്, അത് കൊടുത്തു. പക്ഷെ കുടിക്കാനൊക്കത്തില്ല, അത്ര കയ്പുള്ള സാധനമാണ്. എന്നിട്ട് അത് കുടിച്ചില്ല യേശുക്രിസ്തു. എന്നിട്ട് അവനെ ക്രൂശിൽ തറച്ച ശേഷം, അവിടെ വായിക്കുന്ന ക്രൂശിൽ തറച്ച ശേഷം ആ വസ്ത്രം അവർ പകുത്തെടുത്തു. അവിടെ ഇരുന്നുകൊണ്ട് അവനെ കാത്തു. യഹൂദന്മാർ രാജാവ് യേശു എന്നവൻ്റെ ഒരു കുറ്റസംഗതി തലയിൽ വെച്ചു. ഞാൻ യഹൂദന്മാർ രാജാവ് എന്ന് നെറ്റിയിലല്ല, ആ കുരിശിൻ്റെ മേളിൽ, തലയുടെ മേളിൽ അത് എഴുതി വെക്കുകയും ചെയ്തു. എന്നിട്ട് വലത്തുമെഴുത്തുമായി 2 കള്ളന്മാരെയും അവനോടുകൂടി ക്രൂശിച്ചു. ഈ സംഭവം കുറച്ചുകൂടെ വിശദമായിട്ട് മറ്റുള്ള സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. അവിടെ നടക്കുന്ന ക്രൂശിലേക്ക് വരുന്ന, ക്രൂശിൻ്റെ സമയത്ത് നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച്. എന്നിട്ട് അതിലെ പോയവരൊക്കെയും യേശുക്രിസ്തുവിനെ ദുഷിക്കുകയാണ്. മന്ദിരം പൊളിച്ചുകൊണ്ട് 3 നാൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞ നീ മന്ദിരം ഒന്നും പണിയണ്ട, നിന്നെ ഒന്ന് രക്ഷിക്കുക, നീ ഒന്ന് ജീവൻ വെച്ച്, നീ പലരെയും ജീവൻ കൊടുത്തിട്ടുണ്ടല്ലോ, നീ ജീവൻ നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവപുത്രനാണെങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അവരെല്ലാവരും അതിൻ്റെ മുമ്പിൽ കൂടെ പലരും യേശുക്രിസ്തുവിനെ നിന്ദിച്ചു. ഈ കൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. യഥാർത്ഥത്തിൽ കള്ളന്മാർ 2 പേരും നിന്ദിച്ചില്ല, ഒരാൾ മാത്രമേ നിന്ദിക്കുന്നുള്ളൂ. അത് നമുക്ക് മറ്റുള്ള സുവിശേഷത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അവിടെ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ, ഞാൻ ഒരു ഉപമ യേശുക്രിസ്തു പറഞ്ഞു. 3 മണി നേരത്തും 6 മണി നേരത്തും 9 മണി നേരത്തും 11 മണി നേരത്തും തെരുവിൽ നിന്ന് ആൾക്കാരെ ഒരു യജമാനൻ തൻ്റെ തോട്ടത്തിൽ ജോലിക്ക് വിളിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം 9 മണി നേരം പറഞ്ഞത് ഓർക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തിരുട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ എന്നർത്ഥം ഉണ്ടായി. അപ്പം ഏറ്റവും സൂര്യൻ പ്രകാശം നിൽക്കുന്ന ഒരു സമയമാണ് ഉച്ച. അവിടെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി എന്നാണ് വായിക്കുന്നത്. ഏകദേശം 9 മണി നേരത്ത് 3 മണിക്ക് യേശു ഏലി ഏലി ലമ്മ ശബക്താനി, ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്നാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ കേട്ടുന്നവർ പറഞ്ഞു അവൻ ഏലിയാവിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഒരു സ്പോഞ്ചിൽ നീളമുള്ള ഒരു കമ്പിൻ്റെ അറ്റത്ത് സ്പോഞ്ച് എന്ന് പറയുന്നത് ഇന്നത്തെ പ്ലാസ്റ്റിക് ചെയ്യുന്ന സ്പോഞ്ചല്ല, സ്പോഞ്ചി ടിഷ്യൂസ് ഉള്ള ഒരു തുണി ചുറ്റിയ സാധനമായിരിക്കും, അതിൽ മുക്കി കുടിക്കാൻ കൊടുത്തു. അപ്പം പറഞ്ഞു നിനക്ക് ഏലിയാവ് വന്നവനെ രക്ഷിക്കുമെന്ന് നോക്കാം, എന്നിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ വെച്ച് യേശുക്രിസ്തു ഉറക്കെ നിലവിളിച്ചിട്ട് തൻ്റെ പ്രാണനെ വിട്ടു. ആ 3 മണി നേരത്ത്, 3 മണിക്ക്, അതായത് 9 മണി നേരത്ത്. അപ്പോൾ ആ മരണസമയത്ത് മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട്
അടിയോളം രണ്ടായി ചീന്തിപ്പോയി. സാധാരണ നമ്മൾ കീറുമ്പോൾ എപ്പോഴും താഴെ നിന്ന് മേളിലോട്ടാണല്ലോ എപ്പോഴും കീറുക. അങ്ങനെയല്ലേ, ഒരു തുണി ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഉടുത്തിരിക്കുന്ന കുപ്പായമായാലും അതിൻ്റെ താഴ്ഭാഗത്താണ് ചീന്തൽ ആദ്യം തുടങ്ങുക, മേളിലോട്ടേ വരികയുള്ളൂ. അപ്പം ഇവിടെ സംഭവിക്കുന്നത് മേൽ മുതൽ താഴോട്ട് രണ്ടായി തിരശ്ശീല കർട്ടൻ കീറിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, മനുഷ്യനെ അടക്കിയിരുന്ന കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകൾ വിട്ടു. അപ്പോൾ അവരെ കല്ലറകൾ വിടുന്ന ഇപ്പോഴല്ല, മറിച്ച് യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിന് ശേഷം അവർ ആ കല്ലറകളെ വിട്ട് പുറത്തായി. കല്ലറകളിൽ നിന്ന് മരിച്ച അടക്കപ്പെട്ട ആളുകൾ കല്ലറയിൽ നിന്ന് പുറത്തായി എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പുറത്തായി യെരുശലേമിൽ പലർക്കും പ്രത്യക്ഷരായി. അവർ കണ്ടു, മരിച്ച ആളുകൾ പലരും എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടു. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പമൊക്കെയും കണ്ട് സംഭവിച്ചത് കണ്ടിട്ട് അവൻ നേരത്തെ ദൈവത്തിനാണോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്ന ആൾ ദൈവത്തിന് പറഞ്ഞിട്ടാണല്ലോ യേശുക്രിസ്തു ജീവിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇത്രയും ദാരുണമായൊരു അന്ത്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിനല്ല എന്നൊക്കെയുള്ള ചിന്ത മനുഷ്യന് വരാം. അപ്പം ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അവരിൽ പലരും പറഞ്ഞു, ശതാധിപനൊക്കെ പറഞ്ഞു, അവൻ ദൈവത്തിനായിരുന്നു സത്യം എന്ന് പറഞ്ഞവർ ഭയപ്പെട്ടു. പിന്നെ പല സ്ത്രീകൾ, മഗ്ദലനക്കാരത്തി മറിയയും യേശുക്രിസ്തുവിൻ്റെ അമ്മയും ഒക്കെ ദൂരെ നിന്ന് അവിടെ യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു ദാരുണമായ അന്ത്യത്തെ കണ്ട് വിഷമിച്ച് വ്യസനപ്പെട്ട് കരഞ്ഞു നിൽക്കുന്നതാണ്. അവിടെ നമ്മൾ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അവരിൽ മഗ്ദലനക്കാരത്തി മറിയയും യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയയും എന്ന് എഴുതിയിരിക്കുന്നു. ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ അമ്മയെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവിടെ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയെന്നാണ് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയെ അവിടെ എഴുതിയിരിക്കുന്നത്. വേണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അമ്മയെന്ന് എഴുതാം, പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയയും സെബദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ജോസഫ് എന്നൊരു മനുഷ്യൻ, ധനവാനാണ്, അതുപോലെ തന്നെ അരിമത്തിക്കാരനാണ്, ധനവാനാണ്, യേശുവിൻ്റെ ശിഷ്യനാണ്. പക്ഷേ ഈ റോമൻ അധികാരത്തിലുള്ളൊരു മനുഷ്യനാണ്. റോമൻ അധികാരത്തിലുള്ള മനുഷ്യനായിരിക്കെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി ജീവിച്ച മനുഷ്യനാണ് ഈ ജോസഫ് ചെന്നിട്ട് ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുത്തു. ശരീരമെടുത്ത് നല്ല നിർമ്മല ശീലയിൽ, അതായത് നല്ല പുത്തൻ ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ യോസഫിൻ്റെ തന്നെ ഒരു പുതിയ കല്ലറയിൽ വെച്ചു. വാതിക്കൽ ഒരു വലിയ കല്ലും ഉരുട്ടി വെച്ചിട്ട് പോയി. അവിടെ എതിരെ മഗ്ദലന മറിയക്കാരത്തി മറിയയും മറ്റേ മറിയയും ഇരുന്നിരുന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് അടക്കിയെന്നുള്ളത് ഒരു കണ്ടു എന്നുള്ളതാണ് നമ്മൾ അവിടെ വായിക്കേണ്ട കാര്യം. കാരണം ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് അവർ ഓടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർ നേരത്തെ ഇത് കണ്ട് മനസ്സിലാക്കി എവിടെയാണ് അടക്കം ചെയ്തതെന്ന് മനസ്സിലാക്കിയതിൻ്റെ കാര്യം എന്ന് ഞാനിവിടെ പറഞ്ഞത്. അവർ 2 ദിവസം മുമ്പ് 2 ദിവസം കഴിഞ്ഞിട്ട് ഇതേ സ്ഥലത്ത് വെളുപ്പിന് യേശുക്രിസ്തുവിൻ്റെ കല്ലറയിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത്, പീലാത്തോസിൻ്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും പരിശുദ്ധന്മാരും എല്ലാം ചെന്നു. യജമാനെ ഒരു കാര്യം പറയാനുണ്ട്. അവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ 3 നാൾ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഓർമ്മ വരികയാണ്. അവിടെ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഇനിയും വരാനിരിക്കുന്ന ചതിവ് മുമ്പിലത്തെക്കാളും വലിയ കഠിനമുള്ളതാവും. അപ്പം മരിച്ചു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതിയെല്ലാം മാറും. അതുകൊണ്ട് അതിന് ഒരു ഉറപ്പ് വരുത്തണം. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അവർ വന്ന് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകാതിരിക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ചെയ്യണമെന്ന് പറയുന്നു. പീലാത്തോസ് പറഞ്ഞു, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിനെന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഇപ്പോൾ കൺഫേമായി, സേഫായി. കൂടുതൽ ആൾക്കാരെ അവിടെ നിർത്തി അതെല്ലാം ചങ്ങലയിട്ടൊക്കെ കല്ലറയിട്ടൊക്കെ കെട്ടി ആരും വന്ന് എടുത്തുകൊണ്ട് പോകാതെ പറഞ്ഞു ആക്കി. അതോടൊപ്പം തന്നെ ആൾക്കാരെയും നല്ലൊരു കാവൽക്കൂട്ടത്തെ അവിടെ നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഇന്നത്തെ യേശുക്രിസ്തുവിൻ്റെ മരണം സംബന്ധിച്ച് ഇതിൻ്റെ അവസാനത്തെ കാര്യം വരെ, കല്ലറ ഉറപ്പാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ സുവിശേഷത്തിൻ്റെ 27-ാം അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു അധ്യായം കൂടിയാണ് നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കാനുള്ളത്. അത് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് നമ്മൾ വായിക്കുന്നത്. താങ്ക് യു. ഈ ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ ഇപ്പം നമുക്ക് പുതിയ നിയമം വായിക്കുമ്പോൾ ഞാൻ ചില റെഫറൻസുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഇത്
അറിയാതെ സംഭവിച്ചത്, സ്വാഭാവികമായി സംഭവിച്ചതല്ല. ഇതൊക്കെയും പ്രവാചകന്മാരിലൂടെ ദൈവം മുന്നറിയിച്ച കാര്യങ്ങൾ കൂടെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. അത് നമുക്ക് വിശ്വാസം വർദ്ധിക്കുവാനാണ്, അതിനെ സംബന്ധിച്ച് കൂടുതൽ ഉറപ്പുള്ളവരാകുവാനാണ് ഈ പഴയ റെഫറൻസുകളിലൂടെ ഞാൻ പറഞ്ഞത്. അതും കൂടി പരിശോധിക്കുന്നത് വളരെ 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 നന്നായിരിക്കും. ദൈവം സമൃദ്ധിയായി അങ്ങേ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കൂടുതൽ ദിവസങ്ങൾ മുന്നോട്ട് വരുമ്പോൾ കൂടുതൽ ആഴത്തിലേക്ക് ഈ കാര്യങ്ങൾ ഗ്രഹിക്കപ്പെടും. പറയുന്ന കാര്യങ്ങൾ അതിനകത്തുള്ള ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ ഇതിൻ്റെ ഈ കണക്ഷൻ, ഈ കാര്യങ്ങളുടെ ഈ ബന്ധം, പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ദൈവം അറിയിച്ച കാര്യങ്ങൾ നമ്മളൊക്കെയും വായിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കൂടുതൽ ഉറച്ചു വരും. ദൈവം സഹായിക്കട്ടെ. നന്ദി.